ഗ്രാമീണ മേഖലകളിൽ മികച്ച ഭക്ഷണം കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അതും ഇന്ന് ആളുകളുടെ അറിവുകളിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ഒരറിവും ആവശ്യമില്ലാത്ത, ഒരു പരിചയവും ഒരു പ്രായോഗിക പരിശീലനം ഒന്നും ആവശ്യമില്ലാത്ത ഒരു മേഖല കൂടിയാണ് ഫുഡ് വ്ളോഗിങ് എന്നുള്ള രീതിയിലേക്കും മാറിയിട്ടുണ്ട്. പാലക്കാട് ഒരു ഉൾനാടൻ ഗ്രാമത്തിലെ ഒരു ഹോട്ടലിൽ മലയാളത്തിലെ പ്രമുഖനായ നടൻ ഭക്ഷണം കഴിക്കാനെത്തുന്നു. ഭക്ഷണം എന്ന് പറയുന്നത് രുചി മാത്രമല്ല, അതിൻ്റെ ആരോഗ്യപ്രദമായ ഒരു ഘടകം കൂടിയുണ്ട്. ഭക്ഷണവും സംഗീതവും ഒരുപോലെയാണെന്നാണ് പറയാറ്. നല്ല സംഗീതം ആസ്വദിക്കാൻ ഭാഷയോ ദേശങ്ങളോ ഒന്നും തടസ്സമാറില്ല. അതുപോലെ തന്നെയാണ് മികച്ച ഭക്ഷണവും. അതിൻ്റെ രുചിയാണ് പ്രധാനം. അതിൻ്റെ ആരോഗ്യപരമായ ഘടകങ്ങൾ പിന്നീടാണ്. നമ്മുടെ ഒരു ഭക്ഷണശീലം അല്ലെങ്കിൽ ഒരു ഭക്ഷണ സംസ്കാരം രൂപപ്പെട്ടു വരുന്ന ഒരുപാട് കാലങ്ങളിലൂടെയാണ്. അത് പലപ്പോഴും നമ്മുടെ കാലാവസ്ഥ, നമ്മുടെ ഒരു ജീവിത രീതി, പിന്നെ നമ്മുടെ പ്രദേശത്ത് ലഭ്യമായ ഭക്ഷണ വിഭവങ്ങൾ എന്നിവയെല്ലാം ചേർന്നാണ് നമ്മുടെ ഭക്ഷണ സംസ്കാരം രൂപപ്പെടുന്നത്. ഇത് നമ്മുടെ ഒരു നൂറ്റാണ്ടുകളെടുത്ത് രൂപപ്പെട്ടിരുന്ന ഒരു ഭക്ഷണ സംസ്കാരം ഒരു 90കൾ വരെ നമ്മുടെ ഭക്ഷണ രീതികളിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ട് കഴിച്ചു വന്നിരുന്ന ഭക്ഷണങ്ങൾ ചില രൂപമാറ്റങ്ങളോടെ, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചില വൈദേശികമായ സ്വാധീനങ്ങൾ നമ്മളെ എല്ലാ കാലത്തും ഭക്ഷണ രീതികളിൽ സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം ബ്രിട്ടീഷുകാർ, പോർച്ചുഗീസുകാർ എല്ലാം നമ്മുടെ നാടുകളിൽ ഇടക്കാലത്ത് വന്നു പോയവരാണ്. അപ്പോൾ ആ സ്വാധീനങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ തനതായ ഒരു ഭക്ഷണ രീതിയാണ് കുറേ കാലങ്ങൾ നമ്മൾ പിന്തുടർന്നു വന്നത്. പക്ഷേ 90കളോടുകൂടി ഈ ഭക്ഷണ രീതിയിൽ നമുക്ക് വലിയ മാറ്റങ്ങൾ പ്രകടമായി. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് വിദേശത്തേക്ക് പോവുകയും പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലേക്ക് തൊഴിൽ തേടി പോവുകയും അവിടെ അതിൻ്റെ ഭാഗമായി മാറുകയും ചെയ്തു. അതേ തുടർന്നാണ് നമ്മുടെ ഭക്ഷണ സംസ്കാരത്തിൽ വലിയ പ്രകടമായ മാറ്റം കണ്ടു തുടങ്ങിയത്. അറബിക് ഭക്ഷണ വിഭവങ്ങൾ കിട്ടുന്ന റെസ്റ്റോറൻറ്റുകളൊക്കെ വ്യാപകമായി നമ്മുടെ നാടുകളിൽ എത്തി. അതിൻ്റെ പിന്നാലെ വന്ന ഒരു ഉൽപ്പന്നം എന്ന് പറയാം ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ഭക്ഷണ രംഗത്തെ ഇടപെടലുകൾ. വ്ളോഗുകളായും റീലുകളായും ഒക്കെ നമ്മുടെ മുന്നിലേക്ക് റെസ്റ്റോറൻറ്റുകളെ കുറിച്ചുള്ള വിവരങ്ങൾ, പുതിയ ഭക്ഷണ വിഭവങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ എത്തി. അപ്പോൾ അതിൽ നിന്ന് നമ്മുടേതായൊരു പുതിയ സംസ്കാരം ഇതിൽ രൂപപ്പെട്ടു. ചുരുക്കത്തിൽ നമ്മുടെ ഒരു നാട്ടിൽ ഉണ്ടായ ഒരു ഭക്ഷണ രീതിയിലും ശൈലിയുള്ള മാറ്റം മറ്റേതെങ്കിലും രാജ്യത്ത് ഇത്ര വലിയൊരു നാട്ടിൽ ഇത്ര വ്യാപകമായി ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. കാരണം നമ്മുടെ ഒരു ഭക്ഷണ രീതികൾ 2ാം സ്ഥാനത്തേക്ക് പോവുകയും നമ്മളിലേക്ക് കടന്നു വന്ന ഭക്ഷണ സംസ്കാരം 1ാം സ്ഥാനത്താവുകയും ചെയ്യുന്ന ഒരു അപൂർവ കാഴ്ച നമുക്ക് കേരളത്തിൽ കാണാം. പുതിയ തലമുറ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് രുചി മാത്രമാണ്. അവർക്ക് ആ രുചിയേറിയ വിഭവങ്ങളുടെ ഒരു നീണ്ട നിരകൾ തന്നെ നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു വലിയ മാറ്റം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ഭക്ഷണത്തെ പരിചയപ്പെടുത്തുന്നതിലും അല്ലെങ്കിൽ ഭക്ഷണശാലകൾ പരിചയപ്പെടുത്തുന്നതിലൊക്കെ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്. അത് ഗുണപരമാണോ, അതിന് എന്തൊക്കെ ദോഷവശങ്ങളുണ്ട് എന്നീ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. മലയാളി ഭക്ഷണ രീതിയിൽ മാത്രമല്ല അവരുടെ ജീവിതശൈലികൾ തന്നെ ഈ കാലങ്ങളിൽ ഒരുപാട് മാറ്റം വന്നു. യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ, ഭക്ഷണം ഇഷ്ടപ്പെടുന്നവർ, അങ്ങനെ പലതരം മാറ്റങ്ങൾക്ക് ഒപ്പമാണ് നമ്മുടെ ഈ ഭക്ഷണ സംസ്കാരത്തിലുള്ള മാറ്റത്തെ ഇങ്ങനെ കൂട്ടി വായിക്കേണ്ടത്. മികച്ച ഭക്ഷണം എന്നും ആളുകൾക്ക് ഇഷ്ടമാണ്. ആദ്യകാലങ്ങളിൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള അറിവുകൾ ഇല്ലാതിരുന്ന കാലത്ത് മികച്ച രുചിയിടങ്ങൾ തേടിപ്പോയിരുന്നത് കേട്ടറിവുകളിലൂടെയും നമ്മുടെ സൗഹൃദങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളിലൂടെയായിരുന്നു. അത്തരം പാരമ്പര്യമുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഇപ്പോഴും കേരളത്തിലുണ്ട്. അതൊക്കെ നിലനിന്ന് പോകുന്നതും ഇത്തരം അറിവുകളിലൂടെയല്ല, നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിവുകളിലൂടെയല്ല, അല്ലാതെ കിട്ടിയ വിവരങ്ങളിലൂടെയാണ്. ഭക്ഷണം നമ്മൾ തമാശയായി പറയാറുണ്ട്. ഭക്ഷണം ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുക, അതുപോലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കുക, അങ്ങനെ ആ ഒരു ഇതുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ അവരുടെ വീടുകളിൽ ഭക്ഷണം കഴിക്കുന്നതിന് ഒപ്പം തന്നെ പ്രാധാന്യം പുറത്ത് പോയി ഭക്ഷണം കഴിക്കുന്നതിന് കൊടുക്കുന്നുണ്ട്. വീക്കെൻഡുകളിലൊക്കെ എല്ലാവരും ഫാമിലിയായിട്ട് റെസ്റ്റോറൻറ്റുകളിൽ പോവുക, അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക എന്നൊരു രീതി വലിയ രീതിയിൽ വ്യാപകമായിട്ടുണ്ട്.
ചാനലുകളൊക്കെ സജീവമായിരുന്ന കാലത്ത് കുക്കറി ഷോകൾ വളരെ വ്യാപകമായിട്ട് നമ്മുടെ ഇതിൻ്റെ ഒരു സ്വാധീനം ചെലുത്തിയിരുന്നു. പുതിയ ഭക്ഷണങ്ങൾ പരിചയപ്പെടുത്തുക, അതുപോലെ അതിൻ്റെ ഒരു റെസിപ്പി നമ്മളെ അറിയിക്കുക, അതൊക്കെയായിരുന്നു ആദ്യകാലത്ത് നടന്നിരുന്നത്. അതുപോലെ നമ്മുടെ വീക്കിലികളിലായാലും മറ്റ് നമ്മുടെ പ്രിൻ്റ് ചെയ്ത എല്ലാത്തരം മാധ്യമങ്ങളിലും ചെറിയ ചെറിയ വിഭവങ്ങളുടെ റെസിപ്പികൾ വരിക, അതൊക്കെ അങ്ങനെ ഒരു ഇതായിരുന്നു. അതനുസരിച്ച് നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുന്നു, അതുപോലെ അത് കഴിക്കുന്നു, അത് ഇഷ്ടപ്പെടുമ്പോൾ അത് പുതിയ വിഭവങ്ങളായി കിട്ടുന്ന സ്ഥലങ്ങളിൽ പോകുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു രീതി ഉണ്ടായിരുന്നത്. പിന്നീട് ഒരു 2000-ന് ശേഷം, എന്നുവെച്ചൊരു ആഗോളവൽക്കരണത്തിൻ്റെ ഒക്കെ ഒരു കാലം കഴിഞ്ഞതിന് ശേഷം റെസ്റ്റോറൻറ്റുകളുടെ ഒരു വലിയ ശൃംഖല തന്നെ കേരളത്തിൽ ഉണ്ടായി. ഈ റെസ്റ്റോറൻറ്റുകൾ എല്ലാം നമ്മുടെ നാടൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു പരമ്പരാഗത ഭക്ഷണങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നത് മാത്രമല്ല, അറബിക്, തായ്, അങ്ങനെ നമ്മൾ ലോകത്ത് അറിയപ്പെടുന്ന എല്ലാത്തരം ഭക്ഷണങ്ങളും കിട്ടുന്ന റെസ്റ്റോറൻറ്റുകൾ ഇന്ന് കേരളത്തിൽ വ്യാപകമായിട്ടുണ്ട്. അപ്പോൾ ഈ ഭക്ഷണ കേന്ദ്രങ്ങളെയൊക്കെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നതിൽ വലിയൊരു സ്വാധീനം ചെലുത്തുന്ന ഒരു ഘടകമാണ് ഈ സാമൂഹ്യ മാധ്യമങ്ങൾ. ഇപ്പം പണ്ട് കാലത്ത് നമ്മളൊരു രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പാതയോരത്ത് അല്ലെങ്കിൽ ടൗണുകളിലുള്ള റെസ്റ്റോറൻറ്റുകളെ ആണ് നമ്മൾ പ്രധാനമായി അറിഞ്ഞിരുന്നത്. കാരണം യാത്രാമധ്യേ നമ്മൾ കാണുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു അവിടെ കയറി നമ്മൾ ഭക്ഷണമൊക്കെ ആസ്വദിച്ചിരുന്നു. പക്ഷേ ബ്ലോഗർമാർ വന്ന ശേഷം ഉണ്ടായ ഒരു പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. പോസിറ്റീവായി കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ടൗണുകളിലോ അല്ലെങ്കിൽ നമ്മുടെ പാതയോരങ്ങളിലുള്ള റെസ്റ്റോറൻറ്റുകൾക്കും നമ്മുടെ ഭക്ഷണശാലകൾക്കും അപ്പുറം ഗ്രാമീണ മേഖലകളിൽ മികച്ച ഭക്ഷണം കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അതും ഇന്ന് ആളുകളുടെ അറിവുകളിലേക്ക് എത്തുന്നുണ്ട്. അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ബ്ലോഗർമാരാണ്. കാരണം നമുക്ക് ഒരു പ്രദേശത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഭക്ഷണശാല ഉണ്ടോ, അവിടെ നമുക്ക് ഭക്ഷണം കിട്ടുന്ന സാധ്യതയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത് പ്രധാനമായും ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് അതുതന്നെയല്ല, നമുക്കൊരു മികച്ച ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം, നമുക്ക് അതിനുള്ള സൗകര്യങ്ങളുണ്ട്, അത് നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കത് തുടങ്ങുക, അതിനുശേഷം ആളുകളെ അങ്ങോട്ട് ആകർഷിക്കുക. ആ രീതിയിലേക്ക് എത്താനായിട്ട് ഇത് നമ്മളെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അതൊരു പോസിറ്റീവ് സൈഡായിട്ട് തന്നെ നമ്മൾ കാണേണ്ട കാര്യമാണ്. പക്ഷേ ഒരറിവും ആവശ്യമില്ലാത്ത, ഒരു പരിചയവും ഒരു പ്രായോഗിക പരിശീലനം ഒന്നും ആവശ്യമില്ലാത്ത ഒരു മേഖല കൂടിയാണ് ഫുഡ് വ്ളോഗിങ് എന്നുള്ള രീതിയിലേക്കും മാറിയിട്ടുണ്ട്. കാരണം നമുക്ക് പലപ്പോഴും എന്താണ് ഭക്ഷണം എന്നറിയില്ല, നമ്മുടെ തീന്മേശയിൽ വരുന്ന ഒരു 10-25 വിഭവങ്ങളെ വെറുതെ പരിചയപ്പെടുത്തുക, അതിന് ഒരു പ്രൊമോഷൻ കൊടുക്കുന്ന രീതിയിൽ മാത്രം ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതുപോലെ ഹോട്ടലുകളുടെ ക്വാളിറ്റിയോ അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ ഒരു ഗുണമേന്മയോ ഒന്നും നോക്കാതെ പലപ്പോഴും ഈ ഒരു പ്രൊമോഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ലതാണ്, ഇവിടം നല്ല രുചികരമാണ് എന്ന രീതിയിൽ പരിചയപ്പെടുത്തുക. ഇതിനെ വിശ്വസിച്ച് പലപ്പോഴും ആളുകൾ അവിടെ എത്തുന്നു. തികച്ചും നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഭക്ഷണമോ അല്ലെങ്കിൽ അതിൻ്റെ ഗുണമേന്മയോ ഒന്നും ഇല്ലാത്ത കിട്ടുന്നു. അങ്ങനെ അതിലേക്ക് പോകുമ്പോൾ ആർക്കും ചെയ്യാവുന്ന ഒരു തൊഴിൽ, അല്ലെങ്കിൽ ഇത് ആർക്കും ഒരു ഫുഡ് വ്ളോഗർ ആകാവുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പേര്, ഒരു വൈദഗ്ധ്യം ആവശ്യമില്ലാത്തൊരു മേഖലയായതുകൊണ്ട് എല്ലാവരും തന്നെ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ തന്നെ വ്ളോഗറായി മാറുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇതിനെ പല റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകാരോ അല്ലെങ്കിൽ അവരൊക്കെ ഒരു പ്രൊമോഷന് വേണ്ടി അവരെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് നമ്മൾക്കൊരു ശരിയായ തിരഞ്ഞെടുപ്പിന് തടസ്സമാവുന്നുണ്ട് എന്നാണ് തോന്നിയിട്ടുള്ളത്. ഭക്ഷണ സംസ്കാരം എന്ന് പറഞ്ഞ് വളരെ കാലങ്ങൾ കൊണ്ട് രൂപപ്പെട്ട ഒരു സംഭവമാണ് നമ്മുടെ നാട്ടിലായാലും ഒക്കെ. അപ്പോൾ അത്തരം സാധനങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ ഈ ബ്ലോഗർമാരുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ വളരെ കുറവാണെന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം ഇവരെപ്പോഴും എന്താണ് മികച്ച ഭക്ഷണം എന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഏത് രീതിയിലുള്ള ഇതാണ് നമ്മുടെ ഒരു കൾച്ചറിൽ നിന്ന് രൂപപ്പെട്ടതെന്നോ എന്നുള്ളതിനെ കുറിച്ച് ഒരു അവബോധം ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കല്ല. പലപ്പോഴും ഒരു കാഷ്വലായിട്ട് ഇങ്ങനെ ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ നല്ല ഭക്ഷണം കിട്ടും എന്നൊക്കെ ഉള്ളൊരു പറച്ചിലൂടെ മാത്രം കടന്നു പോകുന്ന ബ്ലോഗുകളിലേക്കൊക്കെയാണ് ഇപ്പം ഇത് മാറിയിരിക്കുന്നത്. സമീപകാലത്ത് നമ്മൾ കേട്ടൊരു വാർത്തയായിരുന്നു,
പാലക്കാട് ഒരു ഉൾനാടൻ ഗ്രാമത്തിലെ ഒരു ഹോട്ടലിൽ മലയാളത്തിലെ പ്രമുഖനായ നടൻ ഭക്ഷണം കഴിക്കാൻ എത്തുന്നു. അത് പിന്നീട് വ്ളോഗായിട്ട് നമ്മുടെ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു. അതോടെ ആ ഹോട്ടലിന് വന്ന ഒരു പ്രശസ്തി, അവിടെ ഉണ്ടായൊരു തിരക്ക്, ഒരു ചെറിയ സംഭവം. ഒരിക്കലും ആ ഹോട്ടൽ ഉടമ അത് പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. അയാൾ നല്ല ഭക്ഷണം വിളമ്പുന്നു എന്നത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ യോഗ്യത. ഇത് അറിഞ്ഞ് ആണ് ഈ നടൻ അവിടെ എത്തുന്നത്. പക്ഷേ ഈ നടൻ എത്തിയത് ഒരു വാർത്തയായതോടുകൂടി ആ ഹോട്ടലിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒരു രാശി മാറി എന്ന് പറയാം. കാരണം പിന്നീട് അവിടെ മറ്റേ കൊച്ചിയിൽ നിന്നും കോഴിക്കോട് നിന്നുമൊക്കെയുള്ള ഭക്ഷണ ആരാധകരുടെ ഒരു പ്രവാഹം തന്നെയായിരുന്നു. അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിൽ അധികം ആളുകൾ അവിടെ എത്തി. അവർ പിന്നീട് ഹോട്ടലിൽ അവരൊരു രീതി വെച്ച് കൊടുക്കാൻ കഴിയാത്ത അത്ര ആളുകൾ എത്തിക്കഴിഞ്ഞപ്പോൾ അവർ കുറച്ച് വിപുലീകരിച്ചു, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്തു. പക്ഷെ അങ്ങനെ പ്രൊമോഷൻ കിട്ടി, അങ്ങനെ നല്ല ഭക്ഷണം കൊടുത്ത് ആളുകളുടെ ശ്രദ്ധയിലേക്ക് വന്ന ഒരുപാട് ഹോട്ടലുകൾ, ചെറുകിട ഹോട്ടലുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇതിൽ ചെറിയൊരു നമ്മുടെ ഒരു പരമ്പരാഗതമായ സാധാരണക്കാരായ ആളുകൾക്ക് കിട്ടുന്ന ഒരു ഗുണകരമായ വശമാണ്. അത്തരത്തിൽ ഇത് കിട്ടുന്നതുകൊണ്ട് പല ഹോട്ടലുകാർക്കും പിന്നീട് വരുന്നൊരു തിരിച്ചടിയുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോഴും അത് ബാധ്യതയായി മാറും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ ക്രൗഡിനെ താങ്ങാനോ അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കാനോ അത് കൊടുക്കുന്നത് ഗുണമേന്മയോടെ കൊടുക്കാനോ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷേ എന്നാൽ ഇതിന് കൂടുതൽ ഗുണമാണ് നമുക്ക് കാണാൻ കഴിയുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പല നാടുകളിലും നല്ല ഭക്ഷണം കൊടുത്തിരുന്ന പല അറിയപ്പെടാത്ത ചെറുകിട ഹോട്ടലുകളെയും പൊതുമധ്യത്തിൽ എത്തിക്കാനായിട്ട് ഇത്തരം സംഭവങ്ങൾക്ക് ഇത്തരം ഒരു ഇതിൽ കഴിയുന്നുണ്ട്. പിന്നീട് ഈ ഫുഡ് ബ്ലോഗർമാർ പലപ്പോഴും നമ്മൾ എന്ത് കഴിക്കണം എന്നുള്ള തിരഞ്ഞെടുപ്പുകളിലേക്ക് നമ്മളെ സ്വാധീനിക്കുന്നതിലേക്ക് മാറും. ഇത് നല്ലതാണ്, ഇത് നമുക്കൊരു ഇതല്ല. അതുപോലെ പല ഹോട്ടലുകളെയും അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ രീതിയിലുള്ളൊരു സ്വാധീനം ചെലുത്താനും തുടങ്ങിയിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പല്ല, ഫുഡ് ബ്ലോഗർമാരുടെ സ്വാധീനം വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ തലമുറ പലപ്പോഴും ഒരു കാര്യത്തിന് ആശ്രയിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഒരു സ്വാധീനം പലപ്പോഴും ഒരു പ്രൊമോഷൻ ആക്ടിവിറ്റിയിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് ഹോട്ടൽ ഉടമകൾക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ളൊരു മാറ്റം നമ്മുടെ ഈ ഭക്ഷണ സംസ്കാരത്തിൽ അല്ലെങ്കിൽ ഹോട്ടലുകളുടെ ഇതിലേക്ക് എത്തുന്നുണ്ട്. ഭക്ഷണം എന്ന് പറയുന്നത് രുചി മാത്രമല്ല, അതിൻ്റെ ആരോഗ്യപ്രദമായ ഒരു ഘടകം കൂടിയുണ്ട്. പക്ഷേ ആധുനിക കാലത്ത് രുചിക്ക് മാത്രമാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അത്തരത്തിലേക്ക് നമ്മൾ രൂപപ്പെട്ട് കഴിഞ്ഞു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അപകടകരമാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും രുചി മാത്രം നോക്കി ഭക്ഷണം കഴിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വം കൂടി പലപ്പോഴും ഈ വ്ളോഗർമാരോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നവരോ ഏറ്റെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ളൊരു ഭക്ഷണക്രമം നമുക്ക് രൂപപ്പെടുത്താൻ കഴിയും. കാരണം ഈ ഭക്ഷണം രുചികരമാണ്, പക്ഷേ ഇതിന് ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുക കൂടി ചെയ്യുകയാണെങ്കിൽ, അത്തരം ഒരു ഇത് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ഭക്ഷണത്തെക്കുറിച്ചും ഭക്ഷണ രീതികളെക്കുറിച്ചും അതിൻ്റെ ഗുണവശങ്ങളെക്കുറിച്ചുള്ള പഠിക്കാനുള്ളൊരു മനോഭാവം ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ പണ്ടൊക്കെ പറഞ്ഞ മാതിരി ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എവിടുന്ന് ഭക്ഷണം കഴിക്കും എന്നുള്ള അറിവ് നമുക്ക് കുറവായിരുന്നു. ഒരു തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കോഴിക്കോട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കിട്ടും, നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം, അല്ലെങ്കിൽ നമുക്ക് ഒരു വ്യത്യസ്ത ഭക്ഷണം കഴിക്കണമെങ്കിൽ അത് എവിടെ ലഭിക്കും എന്ന് നമുക്ക് ഒരു അറിവ് കുറവുണ്ടായിരുന്നു. ആ കാര്യത്തിൽ ഇപ്പം നമുക്ക് എല്ലാവരും സാക്ഷരരാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ഈ വ്ളോഗർമാർ കിട്ടിയ അറിവ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ തന്നെ നമ്മുടെ മറ്റേ പല യൂട്യൂബ് പോലുള്ള ഇതിൽ നിന്ന് നമുക്ക് ഈ വിവരങ്ങൾ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം നമ്മളെ വ്യാപകമാക്കുന്നതിലും ശാലകൾ കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നതിലൊക്കെ ഇവർ വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പക്ഷേ അതിനൊപ്പം കുറച്ചുകൂടി ആരോഗ്യകരമായ ഭക്ഷണ രീതിയെക്കുറിച്ചുള്ള ഒരു അവബോധം കൂടി വളർത്തിയെടുക്കാൻ ഇവർ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പരമ്പരാഗത ഭക്ഷണ രീതികൾ നിലനിർത്താനും ആരോഗ്യകരമായ ഭക്ഷണ സംസ്കാരം കുറച്ചുകൂടി ശക്തമായി രൂപപ്പെടുത്തിയെടുക്കാനും ഇതിലൂടെ കഴിയും.